പ്രകൃതിയോട് നഷ്ടപ്പെട്ട സമന്വയം വീണ്ടെടുക്കാൻ നിങ്ങൾക്കറിയാവുന്ന എളുപ്പ വഴി എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. റീസ്റ്റോറിംഗ് അലൈൻമെന്റ് ത്രൂ കോൺഷ്യസ് ബ്രീത്ത് റീകണക്ട്സ് us with the natural flow of life. 4-ാം അധ്യായമായിട്ടുള്ള ജീവശക്തി ശാസ്ത്രത്തിലേക്കുള്ള ഒരു ആമുഖം. അസമന്വയം തിരുത്തൽ എന്നുള്ളതാണ്. അസമന്വയം എങ്ങനെ തിരുത്താം? എന്താണ് ജീവിതശീല പരിവർത്തനം? എന്താണ് ശരീരശീല പരിവർത്തനം? എന്താണ് മനോശീല പരിവർത്തനം? എന്താണ് ശ്വസനശീല പരിവർത്തനം? എന്നിങ്ങനെയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ പ്രകൃതിയിൽ നിന്നും ഉള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വഴികളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. സമന്വയം, പ്രകൃതിയുമായി നമ്മുടെ സമന്വയം നഷ്ടമാകുന്നൊരവസ്ഥ, അതിനെയാണ് അസമന്വയം എന്ന് പറഞ്ഞത്. ആ അസമന്വയം എന്നുള്ളതിനെ എങ്ങനെ തിരുത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് അവെയറാകണം. സമന്വയം എന്നുള്ളൊരവസ്ഥ, അതായത് നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ഒരു ചേർച്ചയുണ്ടല്ലോ, ആ ചേർച്ച അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിക്ക് അകത്താണെന്നുള്ളൊരവസ്ഥ, ഈ അവസ്ഥയിൽ നിന്നും മാറി നിൽക്കുന്ന കാര്യങ്ങളെ മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. തിരിച്ചറിയാൻ വേണ്ടുന്ന കാര്യങ്ങൾ കേൾക്കണം, കാണണം, അറിയണം, അനുഭവിക്കണം. അതിൽ നിന്നും തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തണം. അതായത് ഈ പുനഃക്രമീകരണം എന്നുള്ളൊരു പ്രക്രിയ അവിടെ ആവശ്യമാണ്. തനിയെ അത് സംഭവിക്കില്ല. കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം തന്നെ പുനഃക്രമീകരിക്കണം. ആ പുനഃക്രമീകരണം എന്നുള്ള സംഭവമാണ് ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത്. ആ പുനഃക്രമീകരണത്തെയാണ് നമ്മളിവിടെ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ശീല പരിവർത്തനം എന്ന് പറയുന്നത്, ബോധപൂർവമായ ശീലപരിവർത്തനം. ആ ശീലപരിവർത്തനം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പരിവർത്തനം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം, ശരീരം, മനസ്സ്, ശ്വാസം എന്നിവ പുനഃക്രമീകരിക്കപ്പെടും. അവ ഏകീകരിക്കും. അതിലൂടെയാണ് നമുക്ക് പ്രകൃതിയിലേക്കുള്ള വീണ്ടുമുള്ള ഒരു സമന്വയത്തിലേക്ക് മടങ്ങാനാവുക. അപ്പോൾ ജീവിതം, ശരീരം, മനസ്സ്, ശ്വാസം, ഈ 4ഉം ഏകീകരണത്തിലാകണമെങ്കിൽ ഈ 4ന്റെയും ശീലങ്ങളെ ബോധപൂർവം പുനഃക്രമീകരിക്കണം. ആ ബോധപൂർവമുള്ള പുനഃക്രമീകരണത്തെയാണ്, കോൺഷ്യസ് ആയിട്ടുള്ള പാറ്റേൺ ഷിഫ്റ്റിനെയാണ് നമ്മൾ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്, PSP എന്ന് വിളിക്കുന്നത്. ആ PSP ആണ് സത്യത്തിൽ ഇതിലേക്ക് ചെല്ലുന്നതിന്റെ ആദ്യപടി. ആ PSP എന്നുള്ളത് മനസ്സുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ള സംഭവം മനസ്സിലാണ് സംഭവിക്കുന്നതെങ്കിൽ, അത് പ്രാണരൂപത്തിൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ രൂപീകരിച്ച് പ്രവർത്തിപ്പിച്ച് നിർദ്ധാരണം ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്ന പ്രാണന്റെ കാര്യത്തിൽ ഇത് ചെയ്യുന്നതിനെയാണ് പ്രാണനം എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഈ ഓരോന്നും എങ്ങനെയാണ് പുനഃക്രമീകരിക്കാൻ കഴിയുക? ഇപ്പോൾ ജീവിതത്തെ പുനഃക്രമീകരിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ജീവിതത്തിൽ നമ്മളെ തടയുന്നത്, ജീവിതത്തിലെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ തടയുന്നത് തർക്കത്തിലും സാങ്കേതികതയിലുമുള്ള ആശ്രയത്വമാണെന്ന്, അമിതമായിട്ടുള്ള ആശ്രയത്വമാണെന്ന് നമ്മൾ പറഞ്ഞു. തർക്കം എന്ന് വെച്ചാൽ വിഭ്രംശം, സ്ഥിരമായിട്ട് വഴിമാറുന്നൊരവസ്ഥ. അതിൽ നിന്നും മാറണമെങ്കിൽ, സ്ഥിരമായിട്ട് വഴിമാറണം എന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയുടെ ആ ഒരു പ്രവർത്തന തത്വം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ല വേണ്ടതെന്ന് നമുക്ക് തോന്നാൻ കാര്യം പ്രകൃതിയുടെ പ്രവർത്തന രീതിയെ കൃത്യമായിട്ട് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ആ ബോധ്യം വരണമെങ്കിൽ നമുക്ക് സമഗ്രമായ ജ്ഞാനം ഉണ്ടാകണം. ആ സമഗ്രജ്ഞാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. ഒരു നിമിഷം, എന്നെ കാണുന്നത് കൃത്യമായിട്ടാണോ? ഇപ്പോഴാണ് കൃത്യമായത്. ഫോക്കസ്ഡ് ആയിരുന്നു, ഇന്നലെ ഫോക്കസ് മാറ്റി വെച്ചിരുന്നു. ഓക്കെ,
അപ്പൊ തർക്കത്തിലും സാങ്കേതികതയിലുമുള്ള നമ്മുടെ ഡിപ്പെൻഡൻസി, നമ്മുടെ ലോജിക്കലുള്ള ഡിപ്പെൻഡൻസി, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തെല്ലാം വഴിമാറ്റി ചെയ്യുന്ന അതിന്റെ ഡിപ്പെൻഡൻസി, ടെക്നോളജിയിലെ ഡിപ്പെൻഡൻസി, ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള നോളജ് വേണം. നമ്മളിപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടാനുള്ള സാധ്യത കുറയും. മൊബൈൽ ഫോണിൽ നമ്പറുകൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്പറുകളെ ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ കുറയും. മൊബൈൽ ഫോണിലെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ആളുകളുടെ പേരുകൾ സേവ് ചെയ്ത് വെക്കുന്ന സമയത്ത് അവരെ മനസ്സുകൊണ്ട് മെമ്മറൈസ് ചെയ്യാനുള്ള നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് നഷ്ടമാവും. അപ്പോൾ നമ്മുടെ അകത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ തർക്കങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കണം, സാങ്കേതികതയിലുള്ള കാര്യങ്ങൾ കുറയ്ക്കണം. അത് വ്യക്തമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സമഗ്ര ബോധ്യം ഉണ്ടാവണം, സമഗ്രമായ ജ്ഞാനം ഉണ്ടാവണം. നമ്മൾ ഈ പഠിച്ചു വെച്ചതിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയണം. എവിടെയാണ് ഒളിമ്പസിന്റെ എഡ്യൂക്കേഷൻ നമ്മളെ കൃത്യമായിട്ട് സഹായിക്കുന്നത്? എന്താണ് പ്രകൃതി, എന്താണ് പ്രപഞ്ചം, എന്താണ് ജീവിതത്തിലെ ഓരോ വ്യാപാരങ്ങളും എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യം വരുന്നത് അവിടെയാണ്. ആ ബോധ്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ജീവിത വിന്യാസത്തെ പുനഃക്രമീകരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഈ ജീവിത ശൈലി ഉണ്ടല്ലോ, ആ ജീവിത ശൈലിയുടെ മുകളിലുള്ള ഒരു ഭ്രമങ്ങൾ നമുക്കുണ്ട്. നമ്മളിപ്പോ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കാറുള്ളൂ, അപ്പൊ രാവിലെ എന്ത് കഴിക്കും, അപ്പൊ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, അപ്പൊ വൈകിട്ട് എന്ത് കഴിക്കും, അപ്പൊ രാവിലെ കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കണം, വൈകിട്ട് കഴിക്കണം എന്നുള്ളൊരു പാറ്റേണിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതല്ല അവരെ സംബന്ധിച്ചിടത്തോളം. ജീവിതശൈലി കൊണ്ട് അവരൊരു ഭ്രമം ഉണ്ടാക്കി വെച്ചത്, ഭ്രമത്തിന്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെച്ചത്. ആ ഫ്രെയിമിന്റെ വെളിയിലേക്ക് പോകാൻ കഴിയില്ല. ചോറാണ് ഭക്ഷണം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറിലൂടെ മാത്രമേ പോവുകയുള്ളൂ. നമ്മുടെ ശരീരത്തിന് എന്ത് വേണം, ശരീരം എന്താണ് സീക്ക് ചെയ്യുന്നത്, പ്രകൃതിയിലതെല്ലാം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാനും പ്രകൃതിയും തമ്മിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ശ്രദ്ധാത്മകമായ ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് അതനുസരിച്ച് പോകാൻ കഴിയും. പക്ഷെ അതല്ല, നമ്മൾ ജീവിതശൈലിയുടെ ഭ്രമങ്ങളിൽ കൺസ്യൂമറിസം ആണെങ്കിലും ശരി, ഭക്ഷണ രീതിയാണെങ്കിലും ശരി, വസ്ത്രധാരണ രീതിയാണെങ്കിലും ശരി, ഗൃഹനിർമ്മാണ രീതിയാണെങ്കിലും ശരി, എന്തിന്റെ ഉപഭോഗമാണെങ്കിലും ശരി, നമ്മൾ ഈ ഒരു തരം ഹാലൂസിനേഷനിലാണ് ജീവിക്കുന്നത്, ജീവിതശൈലിയുടെ ഹാലൂസിനേഷനിൽ. അതിൽ നിന്നും മാറണമെങ്കിൽ നമ്മൾ കോൺഷ്യസ് ലിവിങ്ങിലേക്ക് മാറണം, ബോധപൂർവമായ ജീവിതത്തിലേക്ക് മാറണം. ഭക്ഷണ രീതി നമ്മളെ ഇതിനൊക്കെ കാരണമാകുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൃത്രിമ ഭക്ഷണങ്ങളാണ്. അപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിലേക്ക് മാറണം. നാച്ചുറൽ ഫുഡിലേക്ക് മാറുന്ന സമയത്ത് ബോഡി ഇൻസ്റ്റിങ്ക്റ്റുകളൊക്കെ പതുക്കെ മാറ്റം വരാൻ തുടങ്ങും, ക്യാരക്ടറിൽ മാറ്റം വരാൻ തുടങ്ങും, അന്നമയ കോശം വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്ന കാര്യമല്ല, പക്ഷെ പതിയെ അത് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ജീവിത ശൈലിയിലുള്ള അല്ലെങ്കിൽ ജീവിത വിന്യാസമുണ്ട്, ജീവിതത്തിന്റെ പാറ്റേൺ ഉണ്ടല്ലോ, അതിൽ മാറ്റം വരും. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതി ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനെ റീഡിറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കോൺഷ്യസ് ആയിട്ട് ഉള്ള ജീവിതം നടക്കും. വേറൊന്നെന്ന് വെച്ചാൽ പ്രകൃതിയുമായിട്ടുള്ള അകലമാണ്. ചെരുപ്പിട്ടിട്ട്, വസ്ത്രമിട്ടിട്ട്, മുറികൾ കെട്ടിയിട്ട്, മതിലുകൾ കെട്ടിയിട്ട്, ടാറ് കെട്ടിയിട്ട്, മുറ്റത്ത് മുഴുവൻ കോൺക്രീറ്റ് ഇട്ട്, പിന്നെ യാത്ര ചെയ്യുന്നത് വാഹനങ്ങളിൽ, ഈ ക്യാബിനുകളിൽ യാത്ര ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ പ്രകൃതിയുമായിട്ടുള്ള ആ കണക്ഷൻ നമ്മൾ വിട്ടു പോകുന്നുണ്ട്. ആ പ്രകൃതിയുമായിട്ടുള്ള ഡിസ്കണക്ഷനെ നമുക്ക് നേരിട്ടുള്ള ബന്ധമാക്കി മാറ്റണം. നേരിട്ട് പ്രകൃതിയുമായിട്ട് ഇടപെടുന്ന രീതിയിലേക്ക്, ചെരുപ്പില്ലാണ്ട് നടക്കുക, വസ്ത്രമില്ലാതെ കുറച്ച് സമയമെങ്കിലും, വസ്ത്രം ഒട്ടുമില്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല, സാധ്യമെങ്കിൽ അതും പറ്റണം. അങ്ങനെ പ്രകൃതിയുമായിട്ട് നേരിട്ടുള്ള ഇന്ററാക്ഷനിൽ വെയിൽ കിട്ടുന്ന പോലെ, കാറ്റ് കിട്ടുന്ന പോലെ, വെള്ളം കിട്ടുന്ന പോലെ, മഴ കൊണ്ട്, വെയിൽ കൊണ്ട്, പുഴ കണ്ടാൽ അതിൽ ചാടി, കടൽ കണ്ടാൽ അതിൽ ചാടി, അങ്ങനെ ജീവിക്കാൻ പറ്റണം. നമ്മുടെ കണ്ണും കാലുമൊക്കെ മണ്ണിൽ പതിയണം, മണ്ണുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള അകലത്തെ അതിജീവിക്കേണ്ടത്. ഇതിനൊക്കെ മാറണമെങ്കിൽ ഈ നമ്മുടെ ഹൈലി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതശൈലി ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറി ജീവിക്കാൻ നമ്മൾ മെന്റലി തയ്യാറാകണം. നമ്മൾ സമ്മതിക്കണം, ഇതല്ല വേണ്ടത്, ഈ കൺസ്യൂമറിസ്റ്റിക് ലിവിംഗ് അല്ല ആരെങ്കിലും ഉണ്ടാക്കിയ അതോറിറ്റേറിയൻസ് നമ്മളെ പഠിപ്പിച്ച, ഇൻഡസ്ട്രിയലിസം നമ്മളെ പഠിപ്പിച്ച ഈ രീതിയിലല്ല പോകേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. അതിന് അത്തരം സത്സംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അത്തരത്തിലുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ജീവിതശൈലിയുടെ ഒരു പുനഃക്രമീകരണത്തിലൂടെയാണ് നമുക്ക് ശരീരത്തിന്റെ പുനർവിന്യാസത്തിലോട് നമുക്ക് ചെല്ലാൻ കഴിയുക. പ്രകൃതിയോട് തുറന്നിരിക്കുന്നൊരവസ്ഥ, മനസ്സ് ശരീരവും പ്രകൃതിയോട് തുറന്നിരിക്കുന്ന അവസ്ഥ, ആവർത്തിച്ച് പ്രകൃതി എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ ചെല്ലുക.
പ്രകൃതി എന്നുള്ളതിനെ നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പിടാതെ കുറഞ്ഞ വസ്ത്രം ധരിച്ച് വെയിൽ കൊണ്ട് മഴ കൊണ്ട് ആ രീതിയിൽ ഇടപെടുക. കൂടുതൽ ഔട്ട്ഡോർ സെലക്ട് ചെയ്യുക. നമ്മൾ മുറിക്കകത്തിരിക്കുന്നതിന് പകരം ഔട്ട്ഡോർ സെലക്ട് ചെയ്യുക. കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭൂമിയുമായിട്ടുള്ള ആ കണക്ഷൻ നമുക്കുണ്ടാവും. അതിനിടയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചലനം ഉണ്ടാക്കി കൊടുക്കുക. കൃഷിപ്പണി ചെയ്താൽ മതി, ആവശ്യത്തിന് ചലനമാവും. ആവശ്യത്തിന് പണിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശരീരത്തിന് വിശ്രമം വേണ്ടി വരും. പിന്നെ വിശ്രമിക്കുക. ഉറക്കം നല്ലപോലെ കിട്ടിയാൽ മതി, ശരിയായ വിധം കിട്ടിയാൽ മതി. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ബോധപൂർവമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യുക. യോഗ അതിന് ശരിക്കും നല്ലപോലെ സഹായിക്കുന്നതാണ്. മറ്റേത് സംവിധാനവും യോഗ പോലെ വരില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബോധപൂർവമായിട്ടുള്ള വ്യായാമം, ഇപ്പോൾ ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇതെല്ലാം ശരീരത്തിന് ഹാനികരമാകുന്നല്ലാതെ ശരീരത്തെ ക്രമീകരിക്കില്ല. ഈ നമ്മളിപ്പോൾ ബോധപൂർവമായ വ്യായാമങ്ങൾ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഉദ്ദേശ്യപൂർവമായ ചലനങ്ങൾ, ഇപ്പോൾ ശരീരത്തിന്റെ ഓരോ ചലനവും ശരീരത്തിന്റെ ഏതെല്ലാം ഊർജങ്ങളെ, ഏതെല്ലാം ഒഴുക്കുകളെ, ശരീരത്തിന്റെ ഏതെല്ലാം ഉദ്ദേശ്യങ്ങളെ കൃത്യമായിട്ട് പ്രയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞ് ചെയ്യുക. ഓരോ കാര്യത്തിനും വേണ്ടത് ചെയ്യുക. ഇത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ചയോഗ സാധന. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ചയോഗ സാധന പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും ഉദ്ദേശ്യപൂർവമായിട്ട് ചലിപ്പിക്കാൻ അത് സഹായിക്കും. അത് തന്നെ വളരെ പതുക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും യോഗയിലുണ്ട്. അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷനാണ് ചലയോഗ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ ശരീരവും മനസ്സും ഒക്കെ തമ്മിൽ ഇങ്ങനെ ക്രമീകരിക്കാൻ തുടങ്ങും. ഈ മനസ്സ് ക്രമീകരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഇത് യോഗയും പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ പ്രകൃതിയുമായിട്ട് ഇടപെടുകയും ഔട്ട്ഡോറുകൾ സെലക്ട് ചെയ്യുകയും നമ്മൾ കൂടുതൽ മനുഷ്യന്റെ യുക്തിയുമായിട്ട് തർക്കിച്ച് നിൽക്കുന്നതിന് പകരം പ്രകൃതിയുടെ സ്വാഭാവികമായ ചലനങ്ങളോട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ കൺഫ്യൂഷൻസ് ഇല്ലാതെ കാര്യങ്ങളെ കൊണ്ടുപോകുവാനുള്ള ഒരു പാകത്തിലേക്ക് വരും. അപ്പോൾ അത് വരും എന്നുള്ളത് ശരിയാണെങ്കിലും വരണമെങ്കിൽ നമ്മുടെ ചില ശ്രദ്ധ ആവശ്യമാണ്. അവിടെ നമ്മൾ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ തർക്കങ്ങളുണ്ടല്ലോ. തർക്കം എന്ന് വെച്ചാൽ വിഭേദിതമായ സമീപനം, ആ വിഭ്രംശമുള്ള സമീപനത്തിനു പകരം നമ്മുടെ അന്തർജ്ഞാനത്തിന് സ്ഥാനം നൽകുക, നമ്മുടെ ഇൻറ്റ്യൂഷന് സ്ഥാനം നൽകുക. അകത്ത് നിന്നും നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, കൺവീനിയൻസ് അല്ല. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ഞാൻ മറ്റൊന്നും നോക്കാതെ സിനിമ ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക ടി വിയുടെ മുമ്പിലിരുന്ന് ഞാനൊരു സീരിയൽ ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഭയങ്കര ഫ്രീ ആയി റിലാക്സ്ഡ് ആയി, പിന്നെ കുറിക്കാൻ കുറച്ച് ചിപ്സ് കൂടെ ഉണ്ട്, അതും കുറച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയി എന്ന് കരുതുന്ന ഒരു അന്തർജ്ഞാനമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നും ഞാൻ എന്തിനോട് ഇടപെടണം, എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എനിക്കൊരു പാട്ട് പാടാനാണോ തോന്നുന്നത്, അതൊരു ചെടി നടാനാണോ, അല്ലെങ്കിൽ ഒരു ജീവിയെ പോയി തഴുകാനാണോ തോന്നുന്നത്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷന്റെ ഒരു ആൽഗോരിതം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനെ നമ്മൾ വിറ്റ്നസ് ചെയ്യുക, അതെന്താണെന്ന് നമ്മൾ നോക്കുക, നിരീക്ഷിക്കുക. അത് മനുഷ്യന്മാരുടെ വ്യവഹാരങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു വേദിയിൽ നിന്ന് നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് ഏകാന്തതയും പ്രകൃതിയുമായിട്ടുള്ള ഇന്ററാക്ഷനും ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് വെച്ച്, അതായത് ഔട്ട്ഡോറുകളിൽ വെച്ച് നമ്മൾ ഈ ഒരു വിറ്റ്നസിങ് നടത്തുക. അവിടെ നമ്മൾ നമ്മുടെ ശീലങ്ങളെ മാറ്റേണ്ടി വരും. നമ്മുടെ അകത്തുള്ള കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ച് തുടങ്ങുമ്പോൾ അതിന് വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ശീലങ്ങൾ മാറ്റേണ്ടി വരും, നമ്മുടെ വിശ്വാസങ്ങൾ മാറ്റേണ്ടി വരും, ചിന്തകൾ മാറ്റേണ്ടി വരും, പെരുമാറ്റങ്ങൾ മാറ്റേണ്ടി വരും. ഇതെല്ലാം ഈ ശീലം, വിശ്വാസം, ചിന്തകൾ, പെരുമാറ്റം തുടങ്ങിയവയെല്ലാം നമ്മുടെ മനസ്സിന്റെ വിവിധ തലങ്ങൾ. ഇപ്പൊ ശീലം എന്ന് പറയുന്നത് എന്താ പറയുക, ശിക്ഷിതാവബോധം എന്നുള്ള മനോതലത്തിൽ ഉണ്ടാവുന്നതാണ്. വിശ്വാസങ്ങൾ നമ്മുടെ എന്താ പറയുക ധാരണാവബോധം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉപബോധം എന്ന് പറയുന്ന ഇടത്തുണ്ടാവുന്നതാണ്. ചിന്തകൾ നമ്മുടെ സത്താബോധത്തിന്റെ, നമ്മുടെ ജാഗ്രത് ബോധത്തിന്റെ ഒരു തലത്തിലുണ്ടാവുന്നതാണ്. പെരുമാറ്റങ്ങൾ നമ്മുടെ ആക്റ്റീവ് കോൺഷ്യസ്നസിന്റെ, നമ്മുടെ പ്രകട മനസ്സിന്റെ ഭാഗത്തുണ്ടാവുന്നതാണ്. ഇവയെല്ലാം സ്വാഭാവികമാക്കുക. അതിനകത്ത് കൃത്രിമത്വങ്ങൾ എത്ര വരുന്നുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുക. അത് പതുക്കെ 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 ക്രമീകരിക്കുക. ഇതിൻ്റെയൊക്കെ പുറത്ത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങൾ, വിശ്വാസങ്ങൾ, ചിന്തകൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ എല്ലാം ടോട്ടൽ ഔട്ട്പുട്ടായിട്ട് നമ്മുടെ റെസ്പോൺസസ് ഉണ്ട്. നമ്മളെ നേച്ചർ തമ്മിലുള്ള ഒരു ഇടപെടലിന്റെ സമയത്ത് ഉണ്ടാകുന്ന റെസ്പോൺസസ് ഉണ്ട്. ഇത് നമ്മൾ പലപ്പോഴും അറിയാതെയാണ് ചെയ്യുന്നത്. ആ
അറിയാത്ത റെസ്പോൺസിനെ മാറ്റി അറിയുന്ന പൂർവ്വം ബോധപൂർവമാക്കുക. നമ്മുടെ റെസ്പോൺസസ് ബോധപൂർവമാക്കുക. നമ്മൾ ഓരോ റെസ്പോൺസ് ചെയ്യുമ്പോഴും ഒന്ന് പോസ് ചെയ്ത് അതൊന്ന് വിറ്റ്നസ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് കൊണ്ടുപോവുക. ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ആകെയുള്ള വഴി എന്ന് പറയുന്നത്, ഞങ്ങൾക്കറിയാവുന്ന ആകെയുള്ള വഴി എന്ന് പറയുന്നത് PSP ആണ്, പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒളിമ്പസിന്റെ ഒരു ജീവിത പ്രക്രിയ, ഒരു ജീവിത ക്രമീകരണ പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും, അതായത് പലതരം ശീലങ്ങൾ, അവബോധത്തിന്റെ ശീലങ്ങൾ, ഉപബോധത്തിന്റെ ശീലങ്ങൾ, ബോധത്തിന്റെ ശീലങ്ങൾ, പ്രകടബോധത്തിന്റെ ശീലങ്ങൾ, പ്രതിബോധത്തിന്റെ ശീലങ്ങൾ, ഈ ശീലങ്ങളെല്ലാം പുനഃക്രമീകരിക്കാൻ കഴിയും. നമ്മുടെ ഇൻറ്റ്യൂഷൻസിനെ നമുക്ക് കൂടുതൽ കൂടുതൽ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വൈകാരിക ബുദ്ധി ഉണ്ടല്ലോ, ആ വൈകാരിക ബുദ്ധി എന്നുള്ളത് പതുക്കെ ഡെവലപ്പ് ചെയ്യും. ആ വൈകാരിക ബുദ്ധി ഡെവലപ്പ് ചെയ്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഈ എല്ലാ മേഖലകളും, ശീലം, വിശ്വാസം, ചിന്ത, പെരുമാറ്റം തുടങ്ങി പ്രതികരണങ്ങൾ വരെ, അല്ലെങ്കിൽ നമ്മുടെ അന്തർജ്ഞാനം വരെ നമ്മൾ പുനഃക്രമീകരിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ജീവിതം വൃത്തിയായുള്ളത്. നമ്മൾ അതിനെയാണ് ലൈഫ് ഡിഗ്രി എന്ന് പറയുന്നത്, ജീവിത ബിരുദം. ആ ജീവിത ബിരുദം കൈവരിക്കുക. ജീവിത ബിരുദം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടില്ല കേട്ടോ, അത് ഒളിമ്പസ് പോലുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നാണ് കിട്ടുക. അവിടെ നിന്നും ആ ജീവിത ബിരുദം കൈവരിക്കുക. അവിടെയാണ് മനസ്സിന്റെ ആ ഒരു മനോവിന്യാസ പരിവർത്തനം സാധ്യമാവുക. ഇത്രയും കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ജീവിതം, ശരീരം, മനസ്സ് ഇത്ര ക്രമീകരിച്ചു കഴിഞ്ഞു. ഇനിയാണ് യഥാർത്ഥ ജീവനെ നമ്മൾ ക്രമീകരിക്കാൻ പോകുന്നത്. അവിടെ ജീവനെ ക്രമീകരിക്കണമെങ്കിൽ എന്തിനാണ് ക്രമീകരിക്കേണ്ടത്? ശ്വസനത്തെ ക്രമീകരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഏത് സമയത്ത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തില്ലെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിലും നടക്കും. പക്ഷെ ആദ്യം വേണ്ടത് ശ്വസനമുണ്ട് എന്ന അവയർനെസ്സിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. ആദ്യം അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക. പിന്നെ അതിനെ സാക്ഷിയായിക്കൊണ്ടിരിക്കുക. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ശ്വാസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന് സാക്ഷിയാവുക. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇന്നത് സംഭവിക്കുക, ശ്വാസം ഇങ്ങനെ പോകും, ഞാൻ കയറ്റം കയറുന്ന സമയത്ത് ശ്വാസത്തിന്റെ വേഗം കൂടും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വിറ്റ്നസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുക. ആ ശ്വാസ പ്രക്രിയയെ കൈകാര്യം ചെയ്യുക. അതിലും കൂടെ എക്സ്പെർട്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദിശാബോധത്തോടെ അതിനെ, ശ്വാസത്തെ വേണ്ടുന്ന വിധം ഗൈഡ് ചെയ്യുക. ആദ്യം ചെയ്തത് നമ്മൾ ജസ്റ്റ് കൈകാര്യം ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടുന്ന വഴിയിലൂടെ അതിനെ നയിക്കുക എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ബോധപൂർവം ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേര്, നമ്മൾ നേരത്തെ PSPയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ശ്വസനത്തെ ആ രീതിയിൽ കൈകാര്യം ചെയ്ത പ്രോസസ്സിന്റെ പേരാണ് നമ്മുടെ ഈ അധ്യായത്തിന്റെ പേര് തന്നെയായിട്ടുള്ള പ്രാണനം എന്ന് പറയുന്നത്. പ്രാണനം വഴി നമുക്ക് പ്രാണപ്രവാഹത്തെ ബോധപൂർവം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. വളരെ കോൺഷ്യസ് ആയിട്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന ശ്വാസ വിന്യാസ പുനഃക്രമീകരണം എന്നുള്ള സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മനസ്സിലാക്കുക, ഈ അസമന്വയം എന്ന് പറയുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വിവിധ ഭാഗങ്ങളിൽ, ജീവിതത്തിന്റെ എല്ലാ ഏരിയകളിലും അസന്തുലിതാവസ്ഥയാണ് ഉണ്ടാക്കുക. ജീവിതം അവിടെ ഫ്രിക്ഷൻ ഉള്ളതാക്കി തീർക്കും. അപ്പോൾ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പുനഃക്രമീകരണം, കാര്യത്തെ മുഴുവൻ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ പറയുന്ന കൺസ്യൂമറിസ്റ്റിക് ആയിട്ടുള്ള ജീവിത ഭ്രമങ്ങളുടെ ഒരു വഴി പോയിട്ട് കാര്യമില്ല. നമുക്ക് സമഗ്രമായ ഒരു സമീപനം ആവശ്യമാണ്. സമഗ്ര സമീപനത്തെ നിങ്ങൾ ഒളിമ്പസിനെ പഠിക്കുകയും, അല്ലെങ്കിൽ ഒളിമ്പസ് പോലുള്ള സംവിധാനങ്ങളെ, ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പ്രകൃതിയെ പഠിക്കുകയും അതിനനുസരിച്ച് ആയിത്തീരുകയും ചെയ്യുക. അവിടുത്തെ ലിവിങ് എന്നുള്ളത് കോൺഷ്യസ് ആക്കുക. അത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കോൺഷ്യസ് ആക്കുക, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ കോൺഷ്യസ് ആക്കുക, പ്രാണന്റെ പ്രവർത്തനത്തിനെ കോൺഷ്യസ് ആക്കുക. ആ കോൺഷ്യസ്നെസ് ആണ്, ആ അവയർനെസ് ആണ് നമ്മുടെ ഈ പറയുന്ന തിരുത്തലിന്റെ, അതായത് പ്രകൃതിയുമായിട്ടുള്ള ആ ക്രമീകരണത്തിന്റെ, പ്രകൃതിയുമായിട്ടുള്ള ആ സമന്വയത്തിന്റെ വഴിയുണ്ടല്ലോ, ആ സമന്വയത്തിന്റെ വഴി തെറ്റിയത്, ആ അസമന്വയം എന്നുള്ളതിനെ തിരുത്താൻ അതുവഴിയാണ് സാധ്യമാവുക. ജീവിത ക്രമീകരണം, ശരീരം, മനസ്സ്, ശ്വാസം എന്നുള്ള ക്രമീകരിക്കുക, സമന്വയം സ്വാഭാവികമായിട്ട് നമ്മൾ വന്നു ചേരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒളിമ്പസ് പഠനം വേണമെന്ന് പറയുന്നത്, സത്സംഗം വേണമെന്ന് പറയുന്നത്, PSP വേണമെന്ന് പറയുന്നത്, പ്രാണനം വേണമെന്ന് പറയുന്നത്. ഈ വഴികളിലൂടെയാണ് നമ്മൾ ഇതിന്റെ പുനഃക്രമീകരണം നടത്തുന്നത്. ഈ കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം കോൺഷ്യസ് ആണ് എന്നുള്ള കാര്യം പരിശോധിക്കുക. അതുമായിട്ട് നാളെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.
തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.